ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ലെന്ന് മുഖ്യമന്ത്രി. ഗുരുവിനെ മതസന്യാസിയാക്കാൻ നീക്കം നടക്കുന്നു. വിവാദ പരാമർശം ശിവഗിരി തീർത്ഥാടന ഉദ്ഘാടന വേദിയിൽ. പിണറായിയെ തിരുത്തി വെള്ളാപ്പള്ളി. പാർട്ടിക്കെതിരെ ഉറക്കെ പറഞ്ഞ് ജി സുധാകരൻ. മിണ്ടാതിരിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമല്ല. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾ തന്നെ അപമാനിക്കാൻ മനഃപൂർവ്വം പറയിപ്പിച്ചത്. കണ്ണൂരിൽ കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിന് CPM നേതാക്കളും പാർട്ടി ഗുണ്ടകളും. ജയരാജന്മാർ പങ്കെടുത്തത് BJP പ്രവർത്തകർ. വടക്കുംപാട് നിഖിൽ വധക്കേസിലെ ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിന്. ചടങ്ങിൽ പങ്കെടുത്ത് TP കൊലക്കേസ് പ്രതി മുഹമ്മദ് ഷാഫിയും ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയും. തിരുവനന്തപുരം PA അസീസ് കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം. കോളേജ് ഉടമയുടേതെന്ന് സംശയം. മൃതദേഹം കണ്ടത് നിർമ്മാണം പൂർത്തിയാകാത്ത കെട്ടിടത്തിൽ. കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ 3 പേർ അറസ്റ്റിൽ. പരുക്കേറ്റ MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ചലച്ചിത്ര താരങ്ങളായ സിജോയി വർഗീസിനെയും ദിവ്യ ഉണ്ണിയെയും ചോദ്യം ചെയ്യും. നൃത്ത സംഘാടകരെ ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ. സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സംയുക്ത പരിശോധനാ റിപ്പോർട്ട്. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെ അവഹേളിച്ച് MM മണി. സാബുവിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണം. മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിഞ്ഞു മാറിയും പാർട്ടി നേതാവിനെ സംരക്ഷിച്ചും മണിയുടെ പ്രസംഗം. BPL റേഷൻ പഞ്ചസാരയുടെ വില കുത്തനെ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ഒറ്റയടിക്ക് കൂട്ടിയത് കിലോയ്ക്ക് 6 രൂപ. വില കൂട്ടിയത് 5 വർഷത്തിനുള്ളിൽ 2ാം തവണ. ഭക്ഷ്യവകുപ്പിന്റെ ഉത്തരവ് ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റി. നടപടി U പ്രതിഭ MLAയുടെ മകനെ കഞ്ചാവുമായി പിടികൂടിയതിന് പിന്നാലെ. ട്രാൻസ്ഫർ വിരമിക്കാൻ 5 മാസം മാത്രം ബാക്കി നിൽക്കെ. വാർത്തകളിലേക്ക് വിശദമായി. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരു ഉയർത്തിപ്പിടിച്ചത് വർണ്ണവ്യവസ്ഥയ്ക്കെതിരായ ധർമ്മമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവനയിൽ അതേ വേദിയിൽ മറുപടി നൽകി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. സനാതനധർമ്മപ്രകാരം എന്തിലും ഏതിലും ദൈവമുണ്ട്. തത്വമസി അത് നീ തന്നെയാകുന്നു എന്നാണ് വേദം പറയുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസിവര്യനായിരുന്നു. സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല. മറ്റേതൊരു മൂർത്തിക്കും പോലെ തന്നെ നമ്മുടെ ആരാധനാമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടാകാം. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. സനാതനധർമ്മപ്രകാരം ഏതിലും എന്തിലും ദൈവമുണ്ട്. തത്വമസി അത് നീ തന്നെയാകുമെന്നാണ് വേദം പറയുന്നത്. നിർവചിക്കുന്നത് അതീതമാണ് ശ്രീനാരായണ ഗുരുദേവൻ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത് എന്ത്? വെള്ളാപ്പള്ളിയുടെ മറുപടി എന്ത്?
കൃഷ്ണരാജ് ശിവഗിരിയുടെ സമ്മേളനത്തിലാണ് തീർത്ഥാടന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗമുണ്ടായിരിക്കുന്നത്. അതായത് അതിൽ കൃത്യമായ രീതിയിൽ അതിലേക്ക് എത്തുകയാണെങ്കിൽ, അത് പറയുകയാണെങ്കിൽ, ഈ ഹൈന്ദവ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തെറ്റായി വ്യാഖ്യാനിക്കുന്ന രീതിയിൽ, വക്രീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായത്. ആചാര അനുഷ്ഠാനങ്ങളെയും അതോടൊപ്പം തന്നെ സനാതന ധർമ്മത്തെ കൂടി ഗുരുദേവൻ്റെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് പ്രസംഗിച്ചുവെന്നാണ് വിമർശനങ്ങളായി ഇപ്പോൾ വരികയും ചെയ്തത്. വേദിയിൽ പറയുന്ന പല സമയത്തും സംസാരിക്കുന്ന വേദിയിലെല്ലാം സനാതനധർമ്മം ഈ പ്രകാരമല്ല എന്ന രീതിയിലേക്ക് അതിനെ വക്രീകരിക്കുന്ന ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഗുരുദേവൻ ആവിഷ്കരിച്ച കൃതികളായാലും ശരി, നമുക്കറിയാം ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം സനാതനധർമ്മത്തിലും മൂല്യങ്ങളിലും അടിയുറച്ചു നിന്നുകൊണ്ടാണ് ഈ വിശ്വാസധാരകളെയും അതുപോലെ തന്നെ മൂല്യങ്ങളെയും എല്ലാം അടിയുറച്ചുകൊണ്ട് നിന്നൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളടക്കം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈശ്വരപ്രതിഷ്ഠ, അതായത് ക്ഷേത്രപ്രതിഷ്ഠ അടക്കം നമുക്ക് അറിയാം. ഇതെല്ലാം ഹൈന്ദവ ധർമ്മങ്ങളെയും മൂല്യങ്ങളിലും അടിയുറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പോയത്. എന്നാൽ അതിനെ തികച്ചും വക്രീകരിക്കുന്ന രീതിയിൽ, ഈ വിശ്വാസങ്ങളെയും വിശ്വാസധാരകളെയും തികച്ചും തെറ്റായ രീതിയിൽ പരാമർശിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വേദിയിൽ തന്നെ സംസാരിച്ചത്. അതായത് സനാതന മൂല്യങ്ങൾ രാജവാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ സനാതനധർമ്മം രാജവാഴ്ചയുടെ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നടക്കമുള്ള രീതിയിൽ രൂക്ഷമായ രീതിയിലാണ് ഈ ധർമ്മത്തെ വിമർശിക്കുന്ന രീതിയിലുണ്ടാകുന്നത്. എന്തായാലും ആ വേദിയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശനും വന്നിരുന്നു. കാലാതീതമായിട്ടുള്ളതാണ് സനാതനധർമ്മമെന്നും അതിനെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും തത്വംസി എന്ന മൂല്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സംസ്കാരം നിലകൊള്ളുന്നതടക്കമുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശനും അതേ വേദിയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് മറുപടിയായി പറയുകയും ചെയ്തു. അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസാരിച്ചിരുന്നു. അതായത് വി മുരളീധരൻ സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്നത് പാർട്ടി വേദിയാക്കാൻ ഈ സമ്മേളന വേദി തിരഞ്ഞെടുത്തു എന്നടക്കമുള്ള വിമർശനങ്ങൾ വി മുരളീധരൻ ഉന്നയിക്കുകയും ചെയ്തു. അതായത് ഇത്തരത്തിൽ ഹൈന്ദവ ധർമ്മങ്ങളെയും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും യാതൊരു വ്യക്തതയും രൂപവുമില്ലാതെയാണ് മുഖ്യമന്ത്രി ഈ വേദിയിൽ സംസാരിച്ചത്. ഇത്തരത്തിൽ നേരത്തെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് സമാനമായ രീതിയിൽ ഈ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഹിന്ദു ധർമ്മത്തിനെതിരെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഈ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്താണ്. ഈ സാഹചര്യത്തിലാണ് ശബരിമലയും അതുപോലെ തന്നെ കഴിഞ്ഞ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വി മുരളീധരൻ പറഞ്ഞു, ഈ ഹിന്ദു വിശ്വാസങ്ങളും ധർമ്മങ്ങളും എല്ലാം മുഖ്യമന്ത്രിയും പഠിക്കുവാൻ തയ്യാറാകണം, എന്നിട്ട് വേണം ഈ വിമർശനങ്ങൾ ഉന്നയിക്കുവാനെന്ന രീതിയിൽ വി മുരളീധരൻ വിമർശിക്കുകയും ചെയ്തു. ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിനൊരു മാറ്റം വേണമെങ്കിൽ ആ മാറ്റത്തിന് അല്ലെങ്കിൽ അതിനൊരു പരിവർത്തനം ആവശ്യമാണെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആളുകളുണ്ട്, പഠിച്ച ആളുകളുണ്ട്, അവരാണ് ഇത് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാത്രം വായിച്ച് നടക്കുന്ന ഒരു വിഭാഗമല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉൾപ്പെടുന്നവരല്ല എന്ന രീതിയിൽ രൂക്ഷമായ രീതിയിൽ എന്തായാലും വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയും മറുപടി പറയുകയും ചെയ്തു. ഈ വേദിയിൽ അനുചിതമായ രീതിയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ പ്രഭാഷണം ഉണ്ടായത്. നേരത്തെയും നമുക്കറിയാം ഈ ഹിന്ദുധർമ്മങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാം ലംഘിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വക്രീകരിക്കുന്ന രീതിയിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് സംസാരം ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായൊരു വേദിയായി ഈ ശിവഗിരി സമ്മേളനം തിരഞ്ഞെടുക്കുകയും ചെയ്തു. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നടന്ന സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശവും ഉണ്ടായിരിക്കുന്നത്. അതിരൂക്ഷമായ വിമർശനങ്ങൾ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പല രീതിയിൽ സാമൂഹ്യമായി നിൽക്കുന്ന ഈ ഹൈന്ദവ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന പലരും ഈ മുഖ്യമന്ത്രിയുടെ ഈ വിമർശനത്തിനെതിരെ, ഹൈന്ദവ വിമർശനത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വേദിയെ, പരിപാവനമായൊരു തീർത്ഥാടന വേദിയെ, അതിൻ്റെ വേദിയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ സംസാരം ചെന്നെത്തിയതാണ് ഇപ്പോൾ വിമർശനങ്ങളുമായി ഉയരുകയും ചെയ്യുന്നത്. അതാണ് പ്രധാനം പ്രശാന്ത്. അതായത് ഗുരുദേവനെയും സനാതനധർമ്മത്തെയും വേർതിരിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ശ്രമം ഏത് വേദിയിലെന്നത് പ്രസക്തമാണ്. അത് കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാകുമെന്ന് ഉറപ്പാണ്, അല്ലേ? തീർച്ചയായും കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് വേണം നമുക്ക് മറിയിക്കേണ്ടത്. അതായത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗമാണ് മുഖ്യമന്ത്രി അവിടെ സംസാരിക്കുകയും ചെയ്തത്. അതിൽ തന്നെയാണ് കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തുകയും അക്കമിട്ട് പറയുകയും ചെയ്തത്. ഓരോ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതിൻ്റെ മാറ്റം വരുത്തേണ്ടതോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പരിവർത്തനം ആവശ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സന്യാസി വൃന്ദങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആചാര മണ്ഡല സഭയുണ്ട്. അവരാണ് അതിൽ തീരുമാനിക്കേണ്ടത്, അവരാണ് പഠിക്കേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ
പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആളോ അല്ല ഇതിന് തീരുമാനമെടുക്കേണ്ടത് എന്നിരിക്കെയാണ് മുഖ്യമന്ത്രി ആ വേദിയിൽ ഇത്തരം സംസാരമുണ്ടായത്. മാത്രമല്ല, ഗുരുദേവനെ പറ്റി അറിയാവുന്നവർ ഗുരുദേവൻ്റെ ഗ്രന്ഥം വായിച്ചാൽ അല്ലെങ്കിൽ ഗുരുദേവൻ്റെ ഒരു ധാർമ്മികമായ ഒരു കടമകളും അല്ലെങ്കിൽ ചെയ്ത ഓരോ പ്രവൃത്തികളും നമുക്ക് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതെല്ലാം സനാതനധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹം നടത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം രചിച്ച കൃതികളിലുമെല്ലാം ഈ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലുമെല്ലാം ഇതിനെ എടുത്തു പറയുകയും ചെയ്തുകൊണ്ട് ഓരോ കൃതികളിലും ഓരോ ഈശ്വരതയും അതുപോലെ തന്നെ ദൈവികതയും കോർത്തിണക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം സനാതനധർമ്മത്തെ വ്യാഖ്യാനിക്കുകയും അതിലേക്ക് എത്തുകയും ചെയ്തു. അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ സമൂഹത്തിലൊരു പരിഷ്കരണം നടത്തുമ്പോഴും അത് ഹിന്ദുധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഹിന്ദുധർമ്മത്തിൻ്റെ ആ പൈതൃകത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രയത്നിക്കുന്നത്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേ വേദിയിൽ തന്നെ അത് തിരുത്തിയും മറുപടി നൽകിയും വെള്ളാപ്പള്ളി നടേശൻ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. CPM ജില്ലാ സമ്മേളനങ്ങളിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി G. സുധാകരൻ താൻ ശബ്ദമുയർത്തുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്, മിണ്ടാതിരിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമല്ലിതെന്നും പരിഹാസം. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, G. സുധാകരൻ പറഞ്ഞതെന്ത്? പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായാണ് G. സുധാകരൻ രംഗത്തെത്തിയത്. താൻ ശബ്ദമുയർത്തുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്, യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ലാതെ നിരവധി കാലം പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചയാളാണ് താൻ, ഇപ്പോഴും അത് തന്നെ തുടരുകയാണ്. താൻ വിശ്രമ ജീവിതം നയിക്കണമെന്ന് പറയുന്നത് ആരാണ്? അങ്ങനെ ഒരു ജീവിതം തനിക്കില്ല, ഇപ്പോഴും താൻ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആളാണ് എന്നാണ് G. സുധാകരൻ പറഞ്ഞത്. ചില ആളുകൾക്ക് താൻ വിശ്രമ ജീവിതം നയിക്കണമെന്നൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അതിന് കഴിയില്ല. പത്തനംതിട്ടയിൽ എറിഞ്ഞ കല്ല് അവിടെ തന്നെ കിടക്കുകയാണ്, ഇവിടെ വീണിട്ടില്ല. ആലപ്പുഴയിൽ ചിലർക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു, പക്ഷേ തൽക്കാലം ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ആ സമയത്താണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ തനിക്കെതിരെ ഇത്തരത്തിൽ പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധികൾ ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ ആക്ഷേപം ഉന്നയിച്ച ആളെ കൊണ്ട് ആരോ പറഞ്ഞു പറയിപ്പിച്ചതാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല പറഞ്ഞത്, ആരോ പറഞ്ഞു പറയിപ്പിച്ചതാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് G. സുധാകരൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വിമർശനം ഉന്നയിച്ച ആളെ താൻ കുറ്റപ്പെടുത്താനില്ല, അയാൾ ഒരു ഇര മാത്രമാണ് എന്നാണ് G. സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, താൻ ഇപ്പോഴും ഇപ്പോൾ തനിക്ക് യാതൊരു സ്ഥാനമാനങ്ങളുമില്ല, ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്, അതായത് CPM-ന്റെ DC ഓഫീസ് ഇരിക്കുന്ന ആ ഒരു പ്രദേശത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് താൻ നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്, CPM-ന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ഇപ്പോഴും താൻ നിരന്തരം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു, അതുകൊണ്ട് തന്നെ വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കാമെന്നൊന്നും ആരും കരുതേണ്ട. അങ്ങനെ തന്നെയാണ് G. സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. കൃഷ്ണരാജ്, ശരി, പാർട്ടിക്ക് വേണ്ടിയാണ് താൻ ശബ്ദമുയർത്തുന്നത് എന്ന് ഉറക്കെ പറയുകയാണ് G. സുധാകരൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ. ശ്വാസകോശത്തിലെ ക്ഷതമാണ് ആശങ്കാജനകമായി തുടരുന്നത്. കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടതുണ്ടെന്നും ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം അപകടം സംഭവിച്ച വേദിയിലെ സുരക്ഷാ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സംയുക്ത റിപ്പോർട്ട് പുറത്തുവന്നു. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജനുവരി 3 മാറ്റി. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ഹർജി മാറ്റിവെച്ചത്. വിവരങ്ങളുമായി ഗോകുൽ K. വേണുഗോപാലൊപ്പം ചേർന്ന്. ഗോകുൽ, പറയൂ. 25-ാം തീയതിയായിരുന്നു ആദ്യമായിട്ട് ഷുഹൈബിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് കേസ് പരിഗണിച്ച കോഴിക്കോട് ജില്ലാ കോടതി ജനുവരി 3 തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചു. അതേസമയം തന്നെ പ്രോസിക്യൂഷനെതിരെ ശക്തമായൊരു വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ കുറ്റക്കാർക്കെതിരെ ഒരാൾ മാത്രമാണോ ഗൂഢാലോചന നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു. ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെ ഗൂഢാലോചന നടത്തും? ആരോപണ വിധേയരായിട്ടുള്ള MS സൊല്യൂഷന്റെ CEO മാത്രമാണോ ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയത്? ചോദ്യപേപ്പർ ചോർത്തിയതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ച അന്വേഷണം നടത്തിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിനാൽ തന്നെ 3 തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൂടി കോടതിയെ സമർപ്പിക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടം മുതൽ ഈ അധ്യാപകർക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായിരുന്നു. കഴിഞ്ഞ ഓണപരീക്ഷാ കാലത്തും ചോദ്യപേപ്പർ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷനെ പ്രതിപട്ടികയിൽ ചേർത്ത് താമരശ്ശേരിയിൽ
DD ഒക്കെ പരാതി നൽകിയിരുന്നു. ആ പരാതിയൊന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായി അന്വേഷിക്കാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നും അധ്യാപകർക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ആളുകളുടെയും പേരുകൾ ഉയർന്നു വന്നിരുന്നെങ്കിലും ആർക്കെതിരെയും അന്വേഷണം ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഷുഹൈബിനെ മാത്രം പ്രതിപട്ടികയിൽ ചേർത്ത് ഈ അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനെ കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ ആർക്കെങ്കിലും ഒക്കെ പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം അതുൾപ്പെടെയുള്ള റിപ്പോർട്ട് 3-ാം തീയതി കോടതിയിൽ ഹാജരാക്കണമെന്നും അന്ന് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന കാര്യമാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കരകുളത്തെ PASS കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത് കോളേജിലെ പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലാണ്. മൃതദേഹം കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹിയുടേതെന്നാണ് സംശയം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, എന്താണ് വിശദാംശങ്ങൾ? കൃഷ്ണരാജ്, ഈ കോളേജിന്റെ ഉടമയുടേതാണ് ഇത്തരത്തിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹ ആണെന്നാണ് സംശയം. അദ്ദേഹത്തിന്റെ കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കത്തിക്കരിഞ്ഞു അല്ലെങ്കിൽ മൃതദേഹം കണ്ടു എന്ന് പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഫോണും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതാണോ മൃതദേഹം എന്ന സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ അസീസിയ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ പണി നടക്കുന്ന ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗിന്റെ താഴത്തെ നിലയിലാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പുറത്തു നിന്നും ഈ പണിതീരാത്ത കെട്ടിടത്തിലേക്ക് നോക്കുന്ന സമയത്താണ് വലിയ രീതിയിൽ പുക ഉയരുന്നത് കണ്ടായിരുന്നു. ആ പുക ഉയരുന്നത് കണ്ട് സംശയത്തിൽ വന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ എന്തോ കത്തിക്കരിയുന്നതായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയൊക്കെ അറിയിക്കുന്നു. അവർ വന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഉടമയാണോ എന്നുള്ളൊരു സംശയം മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തിന്റെ കാറ് ഈ പുറത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫോണും അടുത്തുനിന്ന് കാണാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങളിൽ ഈ പരിശോധന നടത്തുന്നത് അദ്ദേഹം മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയിട്ടില്ല. അസ്ഥികൾ ഉൾപ്പെടെ കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആത്മഹത്യയാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആത്മഹത്യയാണെങ്കിൽ ഇത്തരത്തിൽ അസ്ഥികൾ ഉൾപ്പെടെ കിട്ടാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞതാണോ എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത ഈ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഫയർഫോഴ്സും പോലീസ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഉൾപ്പെടെ ഇവിടെ വന്ന് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രി 12 മണിക്ക് കോളേജിലെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഉടമയെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രി 12 മണിവരെ ഇത്തരത്തിൽ കോളേജ് ഉടമ ഈ കോളേജിൽ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ പോലീസ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ തീരുമാനം ഒന്നും പറയാൻ പറ്റില്ല. അന്വേഷണം നടക്കുകയാണ്. നിലവിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള സാഹചര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ അതിനെ കൂടുതൽ പരിശോധിക്കുന്നുണ്ട്. ബോഡി പാർട്സ് എല്ലാം കളക്ട് ചെയ്ത് പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കളക്ട് ചെയ്യാനുള്ള രീതിയിൽ ബോഡി പാർട്സ് ഉണ്ട്, ബോൺസും ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ടീം ഓഫ് ഡോക്ടേഴ്സ് സ്പോട്ടിലുണ്ട്, ഫോറൻസിക് സർജൻ ഉണ്ട്, അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് ഉണ്ട്, പോലീസിന്റെ വിവിധ സംവിധാനങ്ങളുണ്ട്. എല്ലാം കൂടെ ചേർന്നിട്ട് അതിൽ കളക്ട് ചെയ്യേണ്ട മാക്സിമം എവിഡൻസ് സ്പോട്ടിൽ നിന്ന് കളക്ട് ചെയ്യുക. ആദ്യ ഫസ്റ്റ് സ്റ്റേജ് അത് കഴിഞ്ഞ് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യും. തീർച്ചയായിട്ടും ഈ അസ്ഥി അതോടൊപ്പം തന്നെ മറ്റു ശരീരഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഈ കുറച്ച് ശരീരഭാഗങ്ങൾ പൂർണ്ണമായിട്ടും കത്തിക്കരിയാത്ത അസ്ഥി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം പരിശോധനകൾ കൂടുതൽ നല്ല രീതിയിൽ പരിശോധനകൾ നടത്തിയതിനു ശേഷം ഈ ഉറപ്പിക്കാവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. നിലവിൽ ഇപ്പോൾ ഉടമസ്ഥനാണോ എന്നൊരു രീതിയിലുള്ള സംശയം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇനി ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തിയിട്ടില്ല. കാരണം രാവിലെ 9 മണിയോട് കൂടിയാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിന്നും പുക ഉയരുന്നത് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നല്ല രീതിയിൽ തീ കത്തുന്നുണ്ടായിരുന്നു. ഇന്ധനം ഉപയോഗിച്ചാണ് തീ കൊളുത്തിയത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുറത്തുനിന്നും വന്ന എന്തെങ്കിലും ആണോ സംഭവിച്ചിട്ടുള്ളതെന്ന കാര്യത്തിലൊന്നും അന്വേഷണം നടത്തില്ല. ഇപ്പോൾ വിദഗ്ധ സംഘം, ഡോക്ടേഴ്സിന്റെ വിദഗ്ധ സംഘവും അതോടൊപ്പം തന്നെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ
വിദഗ്ധ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ ഈ അസ്ഥിയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന നല്ല രീതിയിൽ തീ കത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ പണി നടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ വലിയ രീതിയിൽ ഉയരത്തിൽ, അതായത് അതിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് ഈ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അവിടെ നിന്നും മുകളിലത്തെ നിലകൾ വരെ തീ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ മരണപ്പെട്ടതാണോ എന്നൊന്നും പോലീസ് കണ്ടെത്തിയിട്ടില്ല. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ശരി. തിരുവനന്തപുരം കരകുളത്തെ PSS കോളേജിനുള്ളിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത് കോളേജിലെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിനുള്ളിലാണ്. അത് കോളേജ് ഉടമയുടേതാണെന്ന സംശയമുണ്ട്, ദുരൂഹതയുണ്ട്. പക്ഷേ പോലീസ് പറയുന്നത് കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയാം എന്നാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. BJP പ്രവർത്തകൻ വടക്കുംപാട് നിഖിൽ വധക്കേസിലെ 1-ാം പ്രതി ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശനത്തിനെത്തി CPM നേതാക്കൾ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, P ജയരാജൻ, PP ദിവ്യ എന്നിവരാണ് ചടങ്ങിനെത്തിയത്. TP വധക്കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി, ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി എന്നിവരും ചടങ്ങിനെത്തി. TP കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ ന്യായീകരിച്ച് P ജയരാജൻ രംഗത്തെത്തുകയും ചെയ്തു. കൊടിസുനിയുടെ പരോളിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ CPM സംരക്ഷണത്തിലാണ്. മനുഷ്യാവകാശ കമ്മീഷനെ കൂട്ടുപിടിച്ച് സർക്കാർ കൊടിസുനിക്ക് പരോൾ നൽകിയത് പ്രതികളെ പേടിച്ചെന്നും VD സതീശൻ പറഞ്ഞു. ഇടുക്കി കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബു തോമസിനെ മരിച്ചിട്ടും വിടാതെ CPM. സാബുവിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്ന അധിക്ഷേപ പരാമർശവുമായി MM മണി രംഗത്തെത്തി. കട്ടപ്പനയിൽ നടന്ന നയവിശദീകരണ യോഗത്തിലാണ് പൊതുമധ്യത്തിൽ മണി സാബുവിനെ അധിക്ഷേപിച്ചത്. ഞങ്ങളുടെ നിലയിലേക്ക് കെട്ടിവെക്കാൻ ഒരുത്തനും ശ്രമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ വഴിയേ പോയത് തന്നെയാണ്. ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്ന വിഷയവുമല്ല. അതുകൊണ്ടൊന്നും ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങളുടെ ശ്രമവും ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ട് ഞങ്ങളെ ചുമ്മാ പറഞ്ഞ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്നൊന്നും ആരും കരുതണ്ടല്ല. ആ ആത്മഹത്യ ചെയ്ത സഹോദരൻ്റെ കുടുംബത്തോട് ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനോ VR ശശിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമില്ല, ഒരു പങ്കാളിത്തവുമില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുക. വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്കുകൾക്ക് പോലീസ് നോട്ടീസ് നൽകി. NM വിജയന് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. MLA IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് BJP MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പ്രതിഷേധം കടുപ്പിച്ച് BJP. നിക്ഷേപകരുടെ പണം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ സമരം നടത്തി. BJP പൊറത്തുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. വൻ ക്രമക്കേട് നടന്ന ബാങ്കിലെ നിക്ഷേപകരിൽ പലരും ആത്മഹത്യയുടെ വക്കിലാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സമരം. നിക്ഷേപകർക്ക് പണം ഉടനെ മടക്കി നൽകണമെന്നും അഡ്മിനിസ്ട്രേറ്റർ നീതി പാലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു. 10 ആത്മഹത്യ നടന്ന കരുവന്നൂരിൽ 11ാമത്തെ ആത്മഹത്യ ഇവരുടെ ആകരുത് എന്നുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് BJP 2ാം ഘട്ട ചരിത്രപ്രധാനമായ ഒരു സമരത്തിന് തുടക്കം കുറിക്കാനായിട്ട് തുനിഞ്ഞത്. ഇന്ന് ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇവർക്ക് 10 ലക്ഷം 2 ദിവസത്തിനുള്ളിൽ അതിന് ഉറപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ആ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ സംശയിക്കേണ്ട, കിടക്കയിൽ ഓപ്പറേഷൻ കാത്തുകിടക്കുന്ന ഗോപിനാഥൻ എന്ന് പറയുന്ന ഈ ടീച്ചറുടെ ഭർത്താവ് ആ കിടക്കയിൽ നിന്ന് സ്ട്രെച്ചറിൽ വന്ന് ഇവരോട് പണം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വിധവയുടെ പേരിൽ 35 ലക്ഷം രൂപയുടെ വ്യാജ വായ്പ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കരിവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നു. ജനം, തൃശൂർ.
മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം ദുഃഖമാചരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ വിദേശ സന്ദർശനം വിവാദമാകുന്നു. പുതുവത്സരാഘോഷത്തിന് വിയറ്റ്നാമിലേക്ക് പോയിരിക്കുകയാണ് രാഹുൽ. രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും രാഹുലിനെ ബാധിക്കുന്നതല്ലെന്ന് അമിത് മാളവ്യ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ രാഹുലും കോൺഗ്രസും അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നും BJP ആരോപിച്ചു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണത്തിനിടെയാണ് രാഹുൽ പുതുവത്സരാഘോഷത്തിനായി വിയറ്റ്നാമിലേക്ക് പറന്നത്. ദേശീയ ദുഃഖാചരണത്തിനിടെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ആഘോഷത്തിനായി വിദേശയാത്ര നടത്തിയതിനെ BJP നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു. മുൻ പ്രധാനമന്ത്രിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുമുള്ള അവഹേളനമാണ് രാഹുലിന്റെ പ്രവൃത്തിയെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപിച്ചു. മൻമോഹൻ സിംഗിന്റെ മരണത്തിലും സംസ്കാര ചടങ്ങുകളിലും അനാവശ്യ വിവാദമുണ്ടാക്കാനും രാഷ്ട്രീയ നേട്ടത്തിനുമാണ് രാഹുലും കോൺഗ്രസും ശ്രമിച്ചതെന്നും BJP കുറ്റപ്പെടുത്തി. രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളും ദേശീയ നിലപാടുകളുമൊന്നും രാഹുലിന് ബാധകമല്ലെന്നും നെഹ്റു കുടുംബത്തിനപ്പുറം ഒന്നിനോടും കോൺഗ്രസ് നേതൃത്വത്തിന് ആത്മാർത്ഥതയില്ലെന്നും BJP നേതാക്കൾ പ്രതികരിച്ചു. അതേസമയം രാഹുലിന്റെ യാത്രയിൽ BJP അനാവശ്യ വിവാദമുണ്ടാക്കിയെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ജനം, ഡൽഹി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയിലൂടെ ജമ്മു കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സർക്കാർ നടപടികൾക്ക് ജനപിന്തുണ ലഭിക്കുന്നതിന്റെ തെളിവാണ് ഉയർന്ന പോളിംഗ് ശതമാനം. ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാൻ ഉടൻ ദേശീയ ഭീകരവിരുദ്ധ നയം രൂപീകരിക്കുമെന്നും അവലോകന റിപ്പോർട്ടിൽ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചുകൊണ്ട് മോദി സർക്കാരിന് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായെന്ന് ഈ വർഷത്തെ അവലോകന റിപ്പോർട്ടിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഭീകരവാദം 1% പോലും ശേഷിക്കാതെ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതം നീങ്ങുകയാണ്. ഇതിനായി ഉടൻ ഭീകരവിരുദ്ധ നയം രൂപീകരിച്ച് നടപ്പാക്കും. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയ 9 സംഘടനകളെ ഈ വർഷം നിരോധിച്ച് നിയമ നടപടികൾ സ്വീകരിച്ചു. ഭീകരതയ്ക്കെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ വിജയമാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം. തെരഞ്ഞെടുപ്പിലെ ഉയർന്ന പോളിംഗ് ശതമാനം അത് വ്യക്തമാക്കുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ചുരുക്കം ചില മേഖലകളിൽ നിലനിൽക്കുന്ന മാവോയിസ്റ്റ് ഭീകരവാദം അന്ത്യശ്വാസം വലിക്കുകയാണ്. രഹസ്യാന്വേഷണ വിഭാഗം കൂടുതൽ ഊർജിതമാക്കിക്കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കാനായി. കൂടാതെ വിവിധ ഏജൻസികളുടെ ഏകോപനവും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ഏതു സുരക്ഷാ വെല്ലുവിളിയെയും നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ജനം, ഡൽഹി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇക്കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവച്ചിരുന്നു. 1 മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് യമനിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ്. 2017 മുതൽ യമൻ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ. യമൻ പൗരൻ തലാൽ അബ്ദോ മെഹ്ദി കൊല്ലപ്പെട്ട കേസിലാണ് നിമിഷപ്രിയ തടവിൽ കഴിയുന്നത്. 2018 നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം വധശിക്ഷ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലീമി ശരിവയ്ക്കുകയും ചെയ്തു. 1 മാസത്തിനകം വധശിക്ഷ നടപ്പാക്കും. വധശിക്ഷ ശരിവച്ചതായി വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ദയാധനം നൽകി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ബന്ധുക്കളും പ്രവാസി സംഘടനകളും നടത്തിയിരുന്നു. എന്നാൽ ദയാധനവും മാപ്പപേക്ഷയും സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന മരിച്ച സൗദി പൗരന്റെ കുടുംബവും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവനും നിലപാടെടുത്തു. നയതന്ത്ര തലത്തിൽ സർക്കാരുകൾ തമ്മിലുള്ള ചർച്ചയാണ് ഇനി പ്രായോഗികമായ വഴി. അത്തരം നീക്കങ്ങൾ കാര്യക്ഷമമായി നടത്തുന്ന ഉറപ്പാണ് കേന്ദ്ര മന്ത്രാലയം നൽകുന്നത്. ഇനിയും ദയാധനവും മാപ്പപേക്ഷയും നൽകാൻ തയ്യാറെന്ന നിലപാട് നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്നവർ അറിയിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് കലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസിൽ നിന്നും പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഇനി 3 നാൾ കൂടി കഴിഞ്ഞാൽ തലസ്ഥാന നഗരം കലയുടെ നഗരമായി മാറുകയാണ്. ഒരുക്കങ്ങൾ ഏതുവരെ എത്തി?
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. 25 വേദികളിലായി 249ഓളം മത്സര ഇനങ്ങളിലായി ഏതാണ്ട് 15,000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന വലിയ കലാമാമാങ്കത്തിന് തിരുവനന്തപുരം, അനന്തപുരി എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളിലൂടെ സർവ്വ പ്രൗഢിയോടും കൂടി ആ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കലോത്സവത്തിൻ്റെ മീഡിയ കമ്മിറ്റി ചെയർമാനും BJP ജില്ലാ അധ്യക്ഷനുമായ VV രാജേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും തലസ്ഥാന നഗരി കേരളത്തിലെ വാസനയുള്ള വിദ്യാർത്ഥികളെ ആ സമൂഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു, ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളും നന്നായിട്ട് പുരോഗമിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ, വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ, അതായത് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ, അവയിലൂടെ പരമാവധി ലോകത്തെ നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ വാസനകൾ അറിയിക്കുവാനും അത് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ഭാവിയിൽ പ്രയോജനം ചെയ്യുവാനുള്ള രീതിയിലാണ് എല്ലാം ചിട്ടയായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവസാനവട്ട ചർച്ചകൾ നടക്കുകയാണ്. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കൊക്കെ തന്നെ അവരുടെ വരുന്ന പ്രവർത്തകരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഭക്ഷണം കഴിക്കുവാനും അതോടൊപ്പം തന്നെ അവരുടെ ക്യാമറ ചലിപ്പിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഈ കലാമേളയുടെ മറ്റുള്ള നടത്തിപ്പിനും മറ്റും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ്. എല്ലാ വേദികളിലും ആവശ്യമായ രീതിയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നാടകം, അതുപോലെ തന്നെ നൃത്ത രൂപങ്ങൾ, ഇതൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ കാണികൾ വരുന്നത്. അപ്പോൾ കാണികൾക്ക് ഇതൊക്കെ തന്നെ ആസ്വദിക്കുവാനും കാണുവാനും കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരാതെ, എന്നാൽ മാധ്യമങ്ങൾക്ക് പരമാവധി ഇതൊക്കെ തന്നെ ഒപ്പിയെടുക്കുവാനും ജനങ്ങളിലെത്തിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള ആസൂത്രണമാണ് ഞങ്ങൾ മീഡിയ കമ്മിറ്റി നടക്കുന്നത്. NTU ആണ് കേരളത്തിലെ അധ്യാപന രംഗത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയായിട്ടുള്ള NTU ആണ് മീഡിയ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. മറ്റുള്ള അധ്യാപകരോടും അനധ്യാപകരോടും വിദ്യാഭ്യാസ വകുപ്പിനോടൊക്കെ, പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് രാപ്പകൽ നല്ലൊരു അധ്വാനമാണ് നടത്തുന്നത്. കേരളത്തിന് അഭിമാനിക്കുവാൻ തരത്തിലുള്ള ഒരു കലാമേളയാക്കി ഈ മേളയെ മാറ്റാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഈ സാധാരണഗതിയിൽ കലോത്സവത്തിന് എത്തുമ്പോൾ പല സമയത്തും പല ആൾക്കാർക്ക് വേദിയിൽ ഇടം കിട്ടാതെയൊക്കെ വരുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊരു പരിഹാരം എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അല്ല, മുൻപൊക്കെ നടത്തിയ പരിപാടികളിൽ, അത് കലാമേളകളായിക്കോട്ടെ, സ്പോർട്സ് മീറ്റുകളായിക്കോട്ടെ, അതിലൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകളും മെച്ചപ്പെടുത്തലുകളും വേണമോ എന്ന് അധികൃതർ സൂക്ഷ്മമായി ചർച്ച ചെയ്യുന്നുണ്ട്. പരമാവധി മനുഷ്യസാധ്യമായ എല്ലാ രീതിയിലും എല്ലാ സൗകര്യങ്ങൾക്കും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ 10,000-കണക്കിന് കുട്ടികളും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും ഒക്കെ തന്നെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ട് പരിഹരിക്കുവാനുള്ള ഒരു പരിശ്രമത്തിലാണ്. മാധ്യമങ്ങൾ വഴി അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ മാധ്യമങ്ങൾ വഴി അറിയിക്കും. അത്തരത്തിൽ ഗൗരവമായൊരു ചർച്ച നടന്നു വരുന്നുണ്ട്. അങ്ങനെ വളരെ സജീവമായി മുന്നൊരുക്കങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJP ജില്ലാ അധ്യക്ഷനാണ് ഇവിടുത്തെ പ്രചരണ വിഭാഗത്തിൻ്റെ, മീഡിയ വിഭാഗത്തിൻ്റെയൊക്കെ ചെയർമാനായിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ തിരക്കുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരടക്കമുള്ളവർ ഇതിൻ്റെ ക്രോഡീകരണവും പ്രവർത്തനങ്ങളും ഏകോപനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്നു. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സ്വർണ്ണക്കപ്പ് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്, മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, മുന്നോട്ട് പോകുന്നു. പ്രധാന വേദിയിലടക്കം ഒരുക്കങ്ങൾ സജീവമായി തന്നെ പുരോഗമിക്കുന്നു. ശരി പ്രജിത് മോഹൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസിന് മാർഗതടസ്സമുണ്ടാക്കിയ സംഭവത്തിൽ ബൈക്ക് കസ്റ്റഡിയിൽ. ബൈക്ക് ഓടിച്ച ചെലവൂർ സ്വദേശി അഫ്നാസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഇന്ന് വൈകുന്നേരം RTO ഓഫീസിൽ ഹാജരാകാനും നിർദ്ദേശം നൽകി. തൃശൂർ കുന്നംകുളത്ത് സഹോദരി ഭർത്താവ് വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന് പോലീസ്. അർത്താറ്റ് സ്വദേശി സിന്ധുവിനെ കൊലപ്പെടുത്തി സ്വർണ്ണ കവർച്ച നടത്താനാണ് പ്രതി കണ്ണൻ ലക്ഷ്യമിട്ടത്. 7 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത മറികടക്കുന്നതിനാണ് പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. കൊച്ചി NCC ക്യാമ്പിലെ ലഫ്റ്റനന്റ് കേണലിനെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. സംഭവത്തിൽ മുഖ്യമന്ത്രിയോട് നടപടി ആവശ്യപ്പെട്ടു. കുറ്റവാളികൾ രാജ്യത്തെ നിയമങ്ങളനുസരിച്ച് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം. സേനയെ സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പുതുവത്സരത്തോടനുബന്ധിച്ച് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. ചുരം പാതയോരത്ത് വാഹന പാർക്കിംഗ് നിരോധിച്ചു. ചുരം വ്യൂ പോയിന്റിൽ രാത്രി 10 മണിക്ക് ശേഷം സഞ്ചാരികളെ അനുവദിക്കില്ല. ഈ മേഖലയിലെ തട്ടുകടകൾ ഉൾപ്പെടെ ഇന്ന് രാത്രി 9 മണിയോടെ അടയ്ക്കാനും നിർദ്ദേശം നൽകി.
ഇന്നത്തെ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് റൂറൽ ജില്ലയിൽ പൊതുവിൽ നടപ്പിലാക്കിയ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് അതായത് താമരശ്ശേരി സബ് ഡിവിഷൻ ഇൻചാർജുള്ള ഡിവൈഎസ്പി ബെന്നി സാറുടെ നേതൃത്വത്തിൽ നടന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗിൽ കൊടുത്ത തീരുമാനങ്ങൾ താമരശ്ശേരി ചുരത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അതായത് ചുരത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്ക് ശേഷം രാത്രി 8 മണി വരെ വലിയ വാഹനങ്ങൾക്ക് ലോഡ് വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ നിലവിൽ ഉണ്ട്. പത്തനംതിട്ട കോന്നി കൊക്കത്തോട് വീടിന് തീപിടിച്ചു. ഗുരുതര പൊള്ളലേറ്റ വീട്ടമ്മ പൊന്നമ്മ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം എന്നാണ് പ്രാഥമിക നിഗമനം. മലപ്പുറം ജില്ലയിലെ BJPയുടെ വളർച്ചയിൽ ആശങ്കയിലായി CPM. ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിൽ ഒരു പ്രധാന അജണ്ട BJPയുടെ ജില്ലയിലെ വളർച്ചയാണ്. ജനങ്ങൾ ശരിയായി ചിന്തിക്കാൻ തുടങ്ങിയതാണ് വളരാൻ കാരണമെന്ന് BJP മറുപടി നൽകി. മലപ്പുറം ജില്ലയിലടക്കം BJP വളരുന്നതിൽ ആശങ്കയിലാണ് CPM. മിക്ക ജില്ലാ സമ്മേളനങ്ങളിലും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. ന്യൂനപക്ഷ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിലും BJP വളരുന്നതായാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇക്കാര്യം ജില്ലാ സെക്രട്ടറി തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. തെറ്റിദ്ധാരണ കൊണ്ടാണ് BJPയിലേക്ക് ആളുകൾ പോകുന്നതെന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. എന്നാൽ തെറ്റ് മനസ്സിലാക്കി ശരിയായ ധാരണ സംഭവിച്ചതുകൊണ്ടാണ് BJPയിലേക്ക് മറ്റ് പാർട്ടി പ്രവർത്തകർ എത്തുന്നതെന്ന് BJP മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാലം മലപ്പുറം ചോപ്പിക്കാൻ വേണ്ടി മുസ്ലിം തീവ്രവാദ വോട്ട് ബാങ്കിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് CPM നടത്തിയിട്ടുള്ള തെറ്റായ നയങ്ങളിൽ അല്ലെങ്കിൽ അവർ സ്വീകരിച്ചിട്ടുള്ള പക്ഷപാതപരമായ വർഗീയമായ നിലപാടുകളിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ ഇങ്ങനെ കാരണങ്ങൾ കൊണ്ട് ശരിയായ ധാരണ ഉണ്ടായത് കൊണ്ടാണ് അവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് നേരത്തെ തെറ്റിദ്ധാരണയായിരുന്നു, ഇപ്പൊ അവർക്ക് ശരിയായ ധാരണയുണ്ട്. ജനുവരി 1, 2, 3 തീയതികളിലാണ് CPM മലപ്പുറം ജില്ലാ സമ്മേളനം. BJP വളർച്ച സമ്മേളനത്തിൽ പ്രധാന അജണ്ടയാകുമ്പോൾ ഇത് തടയിടാൻ പാർട്ടി എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നതാണ് പാർട്ടി പ്രവർത്തകരും ഉറ്റുനോക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തെ കൈയൊഴിഞ്ഞ് ഭൂരിപക്ഷ പ്രീണനം നടത്തിയാൽ അത് മലപ്പുറം ജില്ലയിൽ തിരിച്ചടിയാകുമെന്ന ഭയവും പാർട്ടി നേതൃത്വത്തിനുണ്ട്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. കുട്ടനാട്ടിലെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴായി. രണ്ടാം കൃഷിയുടെ നെൽവില വിതരണം ആരംഭിച്ചിട്ട് 1 മാസമായെങ്കിലും 10% താഴെ കർഷകർക്ക് മാത്രമാണ് പണം ലഭിച്ചത്. പുഞ്ചകൃഷി വിതച്ച കർഷകർ കീടനാശിനി പ്രയോഗത്തിനും വളപ്രയോഗത്തിനും മാർഗമില്ലാതെ നട്ടം തിരിയുകയാണ്. നെൽവില ഉടൻ ലഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനാണ് കർഷകരുടെ തീരുമാനം. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി വിതച്ചിട്ട് ദിവസങ്ങളായി. വളമിടാനും കീടനാശിനി പ്രയോഗത്തിനും മാർഗമില്ലാതെ നട്ടം തിരിയുകയാണ് കർഷകർ. രണ്ടാം കൃഷിയുടെ നെൽവില വിതരണം ആരംഭിച്ച് 1 മാസമായെങ്കിലും ലഭിച്ചത് 10% താഴെ കർഷകർക്ക് മാത്രമാണ്. 51,442 കർഷകരിൽ നിന്നായി 1,264.17 ടൺ നെല്ല് സംഭരിച്ച വകയിൽ 358 കോടി രൂപയാണ് കർഷകർക്ക് നൽകേണ്ടത്. ഇതിൽ 24.24 കോടി രൂപ മാത്രമാണ് SBIക്കും കാനറ ബാങ്കിനുമായി കൈമാറിയത്. ബാക്കി 333.78 കോടി രൂപ എപ്പോൾ ലഭിക്കുമെന്ന കാര്യത്തിൽ ആർക്കും നിശ്ചയമില്ല. SBI ഒരു 10 കോടി രൂപ നൽകിയിട്ടുണ്ട്, കാനറ ബാങ്ക് ഒരു 14 കോടി രൂപ നൽകിയിട്ടുണ്ട്. എവിടെ ചെന്നാലും കർഷകർക്ക് അവരെ പാടി ഓഫീസിൽ ചെന്നാൽ ഏതാണ്ട് 8-ാം തീയതി കൊടുത്ത PRSന്റെ സാങ്ഷനാക്കി വിട്ടത് 18-ാം തീയതി. അങ്ങനെ പല പാടങ്ങളുടെയും 8-10 ദിവസം ലേറ്റാക്കിയാണ് പാടി ഓഫീസിൽ സാങ്ഷനാക്കി വിടുന്നത്. ശനിയാഴ്ച പാടി ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് ഒരേ ഒരു സ്റ്റാഫ് ആവുന്നുള്ളൂ, ഒറ്റ സ്റ്റാഫ് മാത്രം. ചോദിച്ചപ്പോഴത്തേക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എവിടെ ചെന്നാലും SBIക്കാരാണെങ്കിൽ മെർഗം SBI ആണെങ്കിൽ കർഷകരോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. നെൽവില വൈകുന്നതിൽ പ്രതിഷേധിച്ച് നിരാഹാര സമരമടക്കം കർഷകർ നടത്തി. നിരാഹാര സമരം ദിവസങ്ങൾ പിന്നിട്ടതോടെ നെൽവില ഉടൻ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപനമെത്തി. പക്ഷേ 1 മാസം കഴിഞ്ഞിട്ടും നെൽവില 10% താഴെ കർഷകർക്ക് മാത്രമാണ് നൽകാൻ കഴിഞ്ഞത്. ഇനിയും നെല്ലിന്റെ വില നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് കർഷകരുടെ തീരുമാനം. അടുത്ത ഞങ്ങൾ വാർപ്പാത്ത സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഓരോ ശനിയാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മന്ത്രിയുടെ വീട്ടിലേക്കും ഞങ്ങൾ കുട്ടനാട്ടിലെ കർഷകർ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മന്ത്രിയുടെ വീട്ടിലേക്ക് സമരം ചെയ്യാനുള്ളത്. ഞങ്ങൾ ഇനി ഗാന്ധിസം മോഡലുള്ള സമരമല്ല. ഇച്ചിരി ഞങ്ങൾ അക്രമത്തിലേക്കൊക്കെ നീങ്ങും. അല്ല, മര്യാദയ്ക്ക് ഇവിടെ എടുത്ത് സമരം ചെയ്തിട്ട് രക്ഷയില്ല. യാതൊരു വിധത്തിലും കണ്ണുറക്കാത്ത മന്ത്രിയാണ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷകരെ അവഗണിക്കുന്ന ഒരു മന്ത്രി എന്ന് വേണം പറയാം. രണ്ടാം കൃഷിയുടെയും പുഞ്ചകൃഷിയുടെയും കടക്കണിക്കൊപ്പം വൃശ്ചിക വേലിയേറ്റവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുള്ള മഴയും മടവീഴ്ചയും ഒക്കെയായി വലിയ ദുരിതത്തിലാണ് കുട്ടനാട്ടിലെ കർഷകർ. ജനം, ആലപ്പുഴ.
2025 മെയ് മാസത്തോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരാൻ ഒരുങ്ങി എയർ കേരള. ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരളയുടെയും കിയാലിൻ്റെയും ഉന്നതാധികാരികൾ കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് ഒപ്പുവെച്ചു. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണൂരിൽ നിന്ന് അടുത്തുള്ള വിമാനത്താവളങ്ങളിലേക്ക് എയർ കേരള സർവീസ് ആരംഭിക്കും. പിന്നീട് വിമാനങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് കൂടുതൽ പ്രതിദിന സർവീസുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ATR വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസുകളും പിന്നീട് സിംഗിൾ അയൽജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത്. നല്ല രീതിയിൽ തന്നെ പാസഞ്ചേഴ്സിന് നല്ല ബെനിഫിഷ്യൽ ആയിക്കൊണ്ട്, കാരണം നമ്മൾ അൾട്രാ ലോ കോസ്റ്റ് എന്ന ഒരു എയർലൈനാണ് കൊണ്ടുവരുന്നത്. അവിടെയും അതിലും കുറഞ്ഞ് നമുക്ക് എങ്ങനെയൊക്കെയാണ് പാസഞ്ചേഴ്സിന് റേറ്റ് കുറച്ച് കൊടുത്ത് നല്ല സർവീസ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം ആയിട്ടുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. എയർ കേരളയുമായുള്ള സഹകരണം ഉത്തര മലബാറിന്റെ വികസനത്തിന് സഹായകമാകുമെന്ന് കിയാൽ MD ദിനേശ് കുമാർ പറഞ്ഞു. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടി ഇന്ന് we are coming together for a partnership, for a win-win partnership, which will definitely going to benefit Kannur International Airport and Air Kerala primarily, and the region, entire region is going to benefit in the form of air travel, in the form of economic growth. That is the partnership mainly we are trying to focus today. തുടക്കത്തിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന എയർ കേരള പിന്നീട് സർക്കാരിന്റെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തവും ലക്ഷ്യമിടുന്നുണ്ട്. ജനം, കണ്ണൂർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പ്രധാന വേദി ഒരുങ്ങുന്നത് 7000 ചതുരശ്ര അടിയിലാണ്. കലോത്സവത്തിന്റെ വരവറിയിച്ച് സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം കാസർഗോഡ് നിന്ന് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിലയിരുത്തി. അനന്തപുരിയെ കലാകേരളമാക്കുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് തിരിതെളിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 7000 സ്ക്വയർ ഫീറ്റിൽ ജർമ്മൻ സാങ്കേതികവിദ്യയിലാണ് വേദിയൊരുങ്ങുന്നത്. 10000 കസേരകൾ ഒരേ സമയം നിരത്തിയിടാൻ കഴിയുന്ന രീതിയിലാണ് സ്റ്റേജിന്റെ നിർമ്മാണ രീതി. ക്രമീകരണങ്ങളുടെ ഭാഗമായി KSRTC ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പ്രത്യേക കൗണ്ടറുകളും ആരംഭിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. 70000 സ്ക്വയർ ഫീറ്റുള്ള പന്തലാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 10000 കസേര ഇടും. ഇതുകൂടാതെ ഒരു 5000 പേർക്ക് നിന്ന് ഒരേ സമയം കലാപരിപാടിയിൽ കാണാം. ഇതുകൂടാതെ 100 സ്റ്റാളുകൾ വേറെയും ഏർപ്പാട് ചെയ്യുന്നുണ്ട് ഈ മൈതാനത്ത് തന്നെ. ഇതുകൂടാതെ 35ഓളം വരുന്ന വാഷ്റൂംസ് ശരിയാക്കിയിട്ടുണ്ട്. ട്രാഫിക് പാർക്കിങ്ങിന് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. മൈതാനത്തിനകത്ത് വാഹനങ്ങൾ കയറുന്നത് പാസിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ടായിരിക്കും കയറ്റിവിടുന്നത്. 2025 ജനുവരി മാസം 1-ാം തീയതി 4 മണിക്ക് പ്രധാന വേദിയുടെ പണി പൂർത്തീകരിച്ച് സംഘാടക സമിതിയെ ഏൽപ്പിക്കുമെന്നാണ് ഇതിന്റെ കരാറുകാരൻ പറഞ്ഞിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്കായുള്ള താമസ സൗകര്യം ഉറപ്പുവരുത്തിയതായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഒപ്പം വേദികൾക്ക് സമീപത്തുള്ള പൊതു ഇടങ്ങളും തുറസായ സ്ഥലങ്ങളും പാർക്കിങ്ങിനായി നഗരസഭ കണ്ടെത്തും. ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അധികൃതരുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യും. കലോത്സവത്തിന്റെ വരവറിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് കാസർഗോഡ് നിന്നും പുറപ്പെടും. ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തുന്ന കപ്പിന് ജില്ലാ അതിർത്തിയിലും നഗരാതിർത്തിയിലും സ്വീകരണങ്ങൾ ഒരുക്കും. ജനം, തിരുവനന്തപുരം. പ്രാചീന കാലത്തെ ഓർമ്മിപ്പിക്കും വിധം കൗതുകകരമായ ഒരു സംഭവമാണ് കൊല്ലം കൊട്ടാരക്കരയിലുണ്ടായത്. പടിഞ്ഞാറ്റക്കര മഹാദേവ ക്ഷേത്രത്തിലാണ് കുഴിച്ചിട്ടിരുന്ന 6ഓളം ചീനഭരണികൾ കണ്ടെത്തിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ ഭരണികൾ ഭക്തജനങ്ങൾക്കും ആകാംക്ഷ നൽകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിലാണ് കൗതുകകരമായ ഭരണികൾ കണ്ടെത്തിയിട്ടുള്ളത്. രാജവംശകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചീന ഭരണികളാണ് ഇന്ന് ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ചുവപ്പും കറുപ്പും സങ്കരമായ നിറമാണ് ഭരണികൾക്ക്. ഏകദേശം 4.5 അടിയോളം പൊക്കവും 3.5 അടിയോളം വീതിയും ചിലതിനുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പഴയ സാധനങ്ങൾ സൂക്ഷിച്ച മുറി വൃത്തിയാക്കുന്നതിനിടെയാണ് ഭരണികൾ കണ്ടെത്തിയത്. നവീകരിക്കാനായിട്ട് ക്ലീൻ ചെയ്ത് ടൈലൊട്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വർക്ക് തുടങ്ങിയപ്പോൾ അതിനകത്തെ സാധനങ്ങളെല്ലാം പുറത്തെടുത്തപ്പോൾ നമ്മൾ നേരത്തെ നമുക്കറിയാമായിരുന്നു 2 ഭരണി അതിനകത്തുണ്ടെന്നുള്ളത്.
അപ്പോൾ അതിനുശേഷം ബാക്കിയെല്ലാം എടുത്തു വന്നപ്പോഴാണ് വലിയ 3 ഭരണി ഈ മുറിക്കകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ മുകൾ ഭാഗം ഭരണിയും മണ്ണിൻ്റെ മേൽഭാഗം കുറച്ച് ഭാഗം നമുക്ക് കാണാവുന്നതുകൊണ്ട് ഈ ഭരണി തന്നെയാണ് അത് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാൻ പറ്റുമായിരുന്നു. മുറിയുടെ തറയിൽ 5.5 അടി താഴ്ചയിൽ മുഖം മാത്രം പുറത്തേക്ക് കാണുന്ന നിലയിലായിരുന്നു ഭരണികൾ. മണ്ണ് നീക്കം ചെയ്ത് വാതിൽ പൊളിച്ച് ഭരണികൾ പുറത്തെത്തിച്ചു. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് ഭരണികൾ വൃത്തിയാക്കി ക്ഷേത്ര മുറ്റത്ത് വച്ചിരിക്കുകയാണ്. ഇത് കണ്ടെത്തിയത് ക്ഷേത്ര വികസനത്തിൻ്റെ ഭാഗമായി ഉപദേശങ്ങളുടെ ചുമതലയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഓഫീസ് കെട്ടിടത്തിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് റൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഈ ഭരണികൾ. കൂടുതൽ ഒരുപാട് ഭക്തജനങ്ങൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. പ്രാചീന കാലത്ത് അന്നത്തെ രാജവംശം ക്ഷേത്രങ്ങളിൽ ഇത്തരം വലിയ ഭരണികൾ ഉപയോഗിച്ചു വന്നതായി കണക്കാക്കുന്നു. ഭഗവാൻ ആവശ്യമുള്ള എണ്ണ സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭരണി ഉപയോഗിച്ചിരുന്നു എന്നാണ് ആകെയുള്ള ഒരു ചെറിയ അറിവ്. പിന്നെ അതിലുപരി മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും എല്ലാവർക്കും ഈ നാടിനും ഇപ്പോൾ ഇവിടെ ഇതൊരു അത്ഭുത വസ്തുവായി തന്നെ ഇരിക്കുകയാണ്. പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പടിഞ്ഞാറ്റിൻകര മഹാദേവർ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. പ്രാചീന ഗ്രീക്ക് വ്യാപാരികൾക്ക് മുന്നേ ചൈനീസ് വ്യാപാരികൾ ചീന ഭരണികളുമായും മറ്റും കേരളത്തിലെത്തിയതായി ചരിത്രകാരന്മാർ പറയുന്നു. കണ്ടെത്തിയ ഭരണികൾക്ക് ഏറെക്കാലത്തെ പഴക്കമുള്ളതായി കണക്കാക്കുന്നു. പഴമയുടെ സൗന്ദര്യവും പാരമ്പര്യവും ഒക്കെ ആസ്വദിക്കുവാനും അറിയുവാനുമാകുന്ന തരത്തിലാണ് ഈ ചീന ഭരണികൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും നിരവധി പേരാണ് ഇത് കാണുവാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം. ഇടുക്കിയിൽ കാട്ടാനക്കലിയിൽ മനുഷ്യജീവൻ പൊലിഞ്ഞതിൻ്റെ ഞെട്ടൽ മുള്ളരിങ്ങാട് നിവാസികളിൽ നിന്നും മാറിയിട്ടില്ല. ഇന്നലെ വരെ ഇല്ലാതിരുന്നൊരു ഭയം ഇന്നവരിൽ ഉടലെടുത്തിട്ടുണ്ട്. അതേസമയം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയാത്തത് ഫണ്ടിൻ്റെ അഭാവം മൂലമെന്നാണ് വനം വകുപ്പിൻ്റെ പ്രതികരണം. മുതലാണ് മുള്ളരിങ്ങാട് മേഖലയിലേക്ക് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിത്തുടങ്ങിയത്. അന്നുടലെടുത്ത കൗതുകം ഇന്ന് വലിയ ഭയത്തിന്റെ മൂടുപടമാണ് മുള്ളരിക്കാട് നിവാസികളിൽ ഉണ്ടാക്കിയത്. 37 സ്ക്വയർ കിലോമീറ്ററുള്ള മുള്ളരിങ്ങാട് മേഖലയിൽ 16 സ്ക്വയർ കിലോമീറ്ററാണ് വനം. കാലാകാലങ്ങളായി മേഖലയിലേക്ക് കടന്നു വന്ന ആകെ 18ഓളം ആനകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തിനും പിന്തുണയ്ക്കും പിന്നാലെ 16 ലക്ഷം രൂപ മുതൽ മുടക്കി 5 കിലോമീറ്റർ ദൂരത്തിൽ വനംവകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചു. പിന്നീട് പലപ്പോഴായി ആനകൾ കാടുകയറി. അവസാനം അവശേഷിച്ചത് 8 ആനകൾ. ഇതിൽ 6 എണ്ണത്തെ കഴിഞ്ഞ മാസം ഉൾവനത്തിലേക്ക് തുരത്തിയിരുന്നു. കാടുകയറാൻ കൂട്ടാക്കാതെ നിന്നത് 3 ആനകളാണ്. കാട്ടാന ശല്യം രൂക്ഷമായതോടെ ഫെൻസിംഗ് പൂർണ്ണമായും സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. എന്നാൽ നടപടിയുണ്ടായില്ല. ഇതിന് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം ഇങ്ങനെ: ഫെൻസിങ് 5 കിലോമീറ്റർ, ഏതാണ്ട് 16 ലക്ഷം രൂപ മുടക്കി 5 കിലോമീറ്റർ 2 സാമ്പത്തിക വർഷങ്ങളിലായിട്ട് പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. പ്രദേശങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല ഫെൻസിങ്ങാണ്. ഇനി ബാക്കിയുള്ളത് ഈ പയ്യൻ വെച്ച ആ വീടിന് മുകളിലോട്ട് ഒരു 8 കിലോമീറ്റർ കൂടെ ചെയ്യുവാണെങ്കിൽ ഈ മേഖല പൂർണ്ണമായിട്ടും ഫെൻസിങ്, അത് ഇടുക്കി ജില്ലയിലെ എറണാകുളം ജില്ലയിലെ ഫെൻസിങ് പൂർത്തിയായിട്ടുള്ളതാണ്. കിലോമീറ്റർ ചെയ്യാൻ നടപടി എന്ന് പറഞ്ഞിട്ട് ഫണ്ടിൻ്റെ അഭാവമാണുള്ളത്. എസ്റ്റിമേറ്റൊക്കെ ഓൾറെഡി പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതും ആനത്താരകൾ അടഞ്ഞതും വന്യമൃഗങ്ങൾ കാടിറങ്ങാനുള്ള കാരണമാകുന്നുണ്ട്. കൂടാതെ വനമേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്യമൃഗങ്ങളുടെ സഞ്ചാരപഥത്തെയും തടസ്സപ്പെടുത്തുന്നു. കാട്ടാനശല്യം രൂക്ഷമാകുമ്പോൾ ജീവനക്കാരുടെ കുറവും സാമ്പത്തിക പ്രതിസന്ധിയും പ്രതിരോധ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമാകുന്നുണ്ടെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുറന്നു സമ്മതിക്കുന്നുണ്ട്. ജനം, ഇടുക്കി. വ്യാപക പോലീസ് പരിശോധനകളിൽ ഉൾവലിഞ്ഞ് ലഹരി സംഘങ്ങൾ. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ മുന്നിൽ കണ്ട് വളരെ നേരത്തെ തന്നെ പോലീസും എക്സൈസും ലഹരി സംഘങ്ങൾക്കായി വലവിരിച്ചിരുന്നു. മഫ്തിയിലും വേഷപ്രച്ഛന്നരുമായെല്ലാം നടത്തിയ നിരീക്ഷണങ്ങളിൽ ലഹരി ഇടപാടുകളിലെ നിരവധി കണ്ണികൾ പിടിയിലായിരുന്നു. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ ലഹരിയിൽ മുക്കാൻ സിന്തറ്റിക് ലഹരിയും മറ്റു ലഹരി വസ്തുക്കളും വ്യാപകമായി കൊച്ചിയിൽ എത്തിച്ചേക്കുമെന്ന സൂചനയിൽ നവംബർ മാസം മുതൽ തന്നെ ശക്തമായ നിരീക്ഷണം പോലീസും എക്സൈസും ഏർപ്പെടുത്തിയിരുന്നു. രാത്രികാല പരിശോധനകൾ ഊർജിതമായതോടെ ലഹരിക്കടത്തിലെ ചെറുകണ്ണികൾ പലതും ഉൾവലിയുകയായിരുന്നു. എറണാകുളം സൗത്ത് പോലീസ് 74 LSD സ്റ്റാമ്പുകളും 6 ഗ്രാം MDMAയുമായി മലപ്പുറം സ്വദേശികളായ 3 പേരെ പിടികൂടിയതും ഈ പരിശോധനകൾക്കിടെയാണ്. പിറ്റ് നിയമപ്രകാരവും കരുതൽ തടങ്കലുകളുണ്ടായി. മട്ടാഞ്ചേരി സ്വദേശികളായ ഷമീർ, തൗഫീഖ് എന്നിവരെ ഈ നിയമപ്രകാരം ജയിലിലടക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ആഘോഷങ്ങൾക്കായി മദ്യം വാങ്ങിയ സംഭവങ്ങളും പുറത്തു വന്നിരുന്നു. DJ പാർട്ടികൾ ലഹരി പാർട്ടികളാകാതിരിക്കാനുള്ള മുൻകരുതലുകളും എക്സൈസ് പോലീസ് വിഭാഗങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇതോടെ ഇത്തവണ കൊച്ചിയിലേക്കുള്ള ലഹരി ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്.
വിദേശികൾ ഉൾപ്പെട്ട സംഘങ്ങളായിരുന്നു കൊച്ചിയിലെ പല ലഹരി ഇടപാടുകളും നിയന്ത്രിച്ചിരുന്നത്. ഇവരിൽ നിരവധി പേർ പിടിയിലായതോടെ രാജ്യാന്തര ലഹരി സംഘങ്ങളുടെ കണ്ണി മുറിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ജനം, കൊച്ചി. തിരുവനന്തപുരം RCC മെഡിക്കൽ ലബോറട്ടറിയിലെ വിശ്രമമുറിയിൽ ഒളിക്യാമറ സ്ഥാപിച്ചെന്ന പരാതി ആശുപത്രി അധികൃതർ മൂടിവെച്ചതിൽ ദുരൂഹത. പെൻ ക്യാമറ സ്ഥാപിച്ച KR രാജേഷിനെതിരെ ആദ്യ പരാതി ലഭിക്കുന്നത് സെപ്റ്റംബർ 25-നാണ്. നടപടി ആവശ്യപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒക്ടോബർ 3-ന് ഫയൽ കൈമാറിയെങ്കിലും നടപടിയുണ്ടായില്ല. ജനം ഫോളോ അപ്പ്. RCC മെഡിക്കൽ ലബോറട്ടറി വിഭാഗത്തിലെ വനിതാ ജീവനക്കാരുടെ വിശ്രമ മുറിയിലാണ് ലാബ് ടെക്നീഷ്യനായ സൂപ്പർവൈസർ പെൻ ക്യാമറ സ്ഥാപിച്ച് ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ചോർത്തിയത്. ഈ വിഭാഗത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള രാജേഷ് KRനെതിരെ ഈ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന 9 വനിതാ ജീവനക്കാരാണ് ഡയറക്ടർക്കും ആഭ്യന്തര പരാതി പരിഹാര സെല്ലിനും പരാതി നൽകിയത്. എന്നാൽ ഗുരുതര സ്വഭാവമുള്ള പരാതിയിൽ ആശുപത്രി അധികൃതർ 3 മാസം കുറ്റം മൂടിവെച്ചു. പെൻ ക്യാമറ സ്ഥാപിച്ച രാജേഷ് KRനെതിരെ ആദ്യ പരാതി നൽകിയത് സെപ്റ്റംബർ 25-നാണ്. പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒക്ടോബർ 3-ന് ഫയൽ ഡയറക്ടർക്ക് കൈമാറി. എന്നാൽ 3/10/2024 മുതൽ 2 മാസം ഫയൽ അനങ്ങിയില്ല. തുടർന്ന് വനിതാ ജീവനക്കാർ വീണ്ടും ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി നൽകി. ഇതിന് പിന്നാലെ ഇക്കഴിഞ്ഞ 26-ന് രാജേഷിനെ ക്യാഷ് കൗണ്ടറിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. സംഭവത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് മുൻ കൗൺസിലർ GS ശ്രീകുമാർ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ആരോപണ വിധേയനായ രാജേഷിനെതിരെ പരാതി ഉയരുന്നത് ഇത് ആദ്യമല്ല. ഗുരുതര സ്വഭാവമുള്ള കുറ്റം കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാത്തത് ദുരൂഹമാണ്. പരാതി മൂടിവെച്ച മെഡിക്കൽ കോളേജ് ഡയറക്ടർക്കെതിരെയും അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.